ഇടുക്കിയിൽ വിനോദസഞ്ചാരികളെ ഹോം സ്റ്റേ ഉടമകൾ മർദ്ദിച്ചതായി പരാതി. രാമക്കൽമേട് സന്ദർശനത്തിനെത്തിയ എറണാകുളം കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. ഹോം സ്റ്റേയിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ രാത്രിയിലാണ് സംഭവം. കളമശ്ശേരിയിൽ നിന്നുള്ള 60-അംഗ സംഘം രാമക്കൽമേട് മൗണ്ടൻ മിസ്റ്റ് ഹോം സ്റ്റേയിൽ മുറികളെടുത്തിരുന്നു. രാത്രി വൈദ്യുതി ബന്ധം നഷ്ടമായതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാർ സഞ്ചാരികളുമായി തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഒരു സംഘം ആളുകളെത്തി ആക്രമിക്കുകയായിരുന്നെന്നാണ് സഞ്ചാരികളുടെ ആരോപണം. സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ, സീനത്ത്, ഷിഹാബ്, ഷിഫ, സൈഫ്യൂനിസ് എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അബ്ദുൾ ഷുക്കൂറിന്റെ തലയ്ക്ക് പരിക്കുണ്ട്. സംഭവത്തിനു ശേഷം നെടുങ്കണ്ടം പോലീസ് എത്തിയെങ്കിലും റൂം വാടകയ്ക്ക് പുറമെ നഷ്ടപരിഹാരം വാങ്ങിയാണ് തങ്ങളെ മടക്കി അയച്ചതെന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ സഞ്ചാരികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹോം സ്റ്റേ നടത്തിപ്പുകാർ പറയുന്നത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയും തടഞ്ഞുവെക്കുകയുമായിരുന്നു. ബഹളം കെട്ട് ഓടിയെത്തിയ ക്യാൻസർ രോഗിയായ റിസോർട്ട് ഉടമയുടെ അമ്മ ശോഭനയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ എത്തിയാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നാണ് തോന്നുന്നു കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ട് രാത്രി ഇവിടെ വന്ന് റൂം എടുത്ത് ബുക്ക് ചെയ്ത് രാത്രി ആയപ്പോഴത്തേനും ഫാൻ കറങ്ങുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വന്ന് വാതിലെ മുട്ടി. അവിടുന്ന് കുട്ടികൾ പിള്ളേരെ പറഞ്ഞു വിട്ടു. ചേട്ടൻ എക്സ് സർവീസ്മാൻ അതിൻ്റെ ഭർത്താവ്. ഞാനാണെങ്കിൽ ഹീമോ ഒക്കെ ചെയ്ത് ക്യാൻസർ രോഗിയാണ്, വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേനും വന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവർ ഇതൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നീയൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് കാണിച്ചിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം കാർച്ച കെട്ടുകൊണ്ട് ഓടിച്ചെന്ന് ഞാനും എൻ്റെ മരുമക്കളും അവരെ അസൗമ്യം പറയുകയും വയ്യാതിരുന്ന് എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു. എൻ്റെ തലയൊക്കെ കണ്ടു പിടിച്ച് ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആശുപത്രിയിലൊക്കെ രാത്രി ഉറങ്ങിക്കിടന്നേ ഞങ്ങൾ തല കറങ്ങി വീണു. പിന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ജനാലകളും സഞ്ചാരികൾ അടിച്ചു പൊട്ടിച്ചു. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഹോം സ്റ്റേ ഉടമകൾ പറഞ്ഞു. ലോണൊക്കെ എടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥാപനം അതെല്ലാം ഇടിച്ചു പൊട്ടിച്ച്, ചില്ലും എല്ലാം പൊട്ടിച്ച്, കസേരയെല്ലാം തല്ലി പൊട്ടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് വരുത്തി. ഹോം സ്റ്റേ നടത്തിപ്പുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഞ്ചാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ശരിക്കും അന്യസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം കടമ. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട്. എങ്കിൽ മദ്യവെച്ചിട്ട് എത്തുന്ന അവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഈ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതി ഈ അടുത്തയിടയ്ക്ക് ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ അസോസിയേഷൻ ശക്തമായിട്ട് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഇതിനെതിരെ ഏതറ്റം വരെയും അസോസിയേഷൻ അംഗങ്ങൾക്കൊപ്പം നിൽക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാണ്. സംഭവത്തിൽ സഞ്ചാരികൾ കളമശ്ശേരി പോലീസിലും ഹോം സ്റ്റേ ഉടമകൾ നെടുങ്കണ്ടത്തും പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.